എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മുഹമ്മദ് റസ്നാൻ. എൻ്റെ കൂടെ ഇരിക്കുന്നത് സാന്ത്യത കൊയ്യ. ഞങ്ങൾ രണ്ടുപേരും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നാം ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി പാച്ചസ് കൺസേഴ്സ് എക്കോളജിക്കൽ കണക്ടിവിറ്റി ആൻഡ് സ്പീഷീസ് റിച്ച്നെസ് എന്നതാണ്. ഇതിലൂടെ നമ്മൾ നമ്മുടെ പുനരധിവാസമായ കാവുകളും അതുപോലെ മറ്റു കാടുകളെല്ലാം നമുക്ക് ചെറിയ പാച്ചുകൾ ഉണ്ടാക്കുന്നതിലൂടെ എങ്ങനെ വീണ്ടെടുക്കാം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ബയോഡൈവേഴ്സിറ്റി പാച്ച് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എ സ്മോൾ ഏരിയ ദാറ്റ് കൺസേർവ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഗിവ് സപ്പോർട്ട് ടു ദി എർത്ത് ത്രൂ എക്കോസിസ്റ്റം സർവീസസ്. അതാണ് നമ്മുടെ കൃത്യ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയാസിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ഈ ഇടയ്ക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോക്കൽ ഏരിയാസിലെ ക്ലൈമറ്റ് ചേഞ്ചും അതിൻ്റെ നേറ്റീവ് വെറൈറ്റീസിൻ്റെ ഒരു കുറവൊക്കെ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലോക്കൽ അർബൻ ഏരിയാസിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് സൊല്യൂഷനായിട്ട് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ തന്നെ പോളിനേറ്റർ സപ്പോർട്ടും പിന്നെ ട്രൈബൽ ഏരിയാസിലൊക്കെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഈ ലോക്കൽ ഏരിയാസിനും കൂടി ലഭ്യത ഇത്തിരി കൂടി കൂടുതൽ വരുത്താനും പിന്നെ അതും കൂടാതെ തന്നെ നമുക്ക് പല രീതിയിൽ ഇത് ടീനേജേഴ്സിനും കൂടി ഇത് ഉപകാരപ്പെടാനും അവരെ ഈ എൻവയൺമെൻറ്റുമായിട്ട് ഇത്തിരി കൂടി അടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി പാച്ചസ് എന്നൊരു ആശയം അവരിലൂടെ കൊടുക്കുന്നതിലൂടെ അവർക്ക് ഇതിലൂടെ ഇൻട്രസ്റ്റ് തോന്നുകയും അവരുടെ ലേഷർ ടൈം ഫോണിനും ടി വിക്കൊക്കെ സമർപ്പിക്കുന്നതിന് പകരം ഈ ഒരു എൻവയൺമെൻറ്റിന് വേണ്ടി ഈ ബയോഡൈവേഴ്സിറ്റി പാച്ചസ് പരിപാലിക്കാൻ വേണ്ടിയിട്ടും അത് നോക്കുവാൻ വേണ്ടിയിട്ടും അവർ ചെലവഴിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു ഗ്രേറ്റ് ഡ്രാസ്റ്റിക് പോസിറ്റീവ് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ വലിയൊരു പ്രോബ്ലത്തിന് ചെറിയൊരു സൊല്യൂഷനാണ് നൽകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു കൊച്ചു ബയോഡൈവേഴ്സിറ്റി പാച്ചസ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നൊരു പ്രൊജക്ട് മെത്തേഡാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പോളിനേറ്റീവ് ഫ്രണ്ട്ലി പ്ലാന്റ്സും നേറ്റീവ് പ്ലാന്റ്സും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സും ഡെക്കറേറ്റീവ് പ്ലാന്റ്സുമാണ്. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പറയുന്നത് എന്താ വെച്ചാൽ 40% പോളിനേറ്റർ ഫ്രണ്ട്ലി പ്ലാന്റ്സും 30% നേറ്റീവ് പ്ലാന്റ്സും 20% മെഡിസിനൽ പ്ലാന്റ്സും 10% ഡെക്കറേറ്റീവ് പ്ലാന്റ്സും എന്നുള്ള ഒരു ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഓരോ കാറ്റഗറിയിലും അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയസും എങ്ങനെ പ്ലാന്റ്സ് എടുക്കണമെന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടാതെ തന്നെ ഇത് എല്ലാ വീടുകളും നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്പേസ് അവൈലബിലിറ്റിയും കൂടി കൺസേൺ ചെയ്തിട്ട് നമ്മളത് 6 സ്ക്വയർ മീറ്റർ ഏരിയ വിത്ത് റിഗാർഡ്ലെസ് ഓഫ് ഷേപ്പ് എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ. താങ്ക് യു.